അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാരും കൂടി എങ്ങോട്ടാ വെച്ചാല് നമ്മള് പെരും മഴ ചോരാതെ പെയ്യണ മഴ കേട്ടോ. അപ്പൊ ചെറിയൊരു ചോർച്ചട്ടീന്. അപ്പൊ നമ്മളെ പാടൊക്കെ വെള്ളം കേറീന് കേട്ടോ. പാടൊക്കെ തോടായി. അപ്പൊ ഞങ്ങള് കാണാനും വേണ്ടിട്ട് പോവാട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം നമ്മളെ ചുറ്റുപാട് എന്താണ് അവസ്ഥ. ഇപ്പൊ ഒരു ചോർച്ച ഉണ്ട് കേട്ടോ. ഇവിടെ എത്ര കേറിയോ. അപ്പുറത്തുള്ള റോഡൊന്നും കാണാലോ കേട്ടോ. അതൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിലുണ്ട് തോന്നണത്. ഇവിടുത്തെ അവസ്ഥ ഉണ്ടല്ലോ. ഇപ്പൊ ഫുള്ള് വെള്ളം കേറിട്ടോ. നമ്മള് ഈ റോട്ടുമ്പോ കേറിയില്ല. അതിന്റെ അപ്പുറത്തുള്ള ആ റോഡൊക്കെ മുങ്ങിയില്ലേ. അപ്പുറത്ത് 2-3 റോഡുണ്ട്. അതിൽ 2 റോഡ് മുങ്ങിട്ടോ. വെള്ളം കാണാന് വൈകുന്നേരം പോവാന്ന് കരുതിയിട്ട് നിക്കേന് കേട്ടോ. വൈകുന്നേരം പോവാൻ കരുതി നിക്കുമ്പോഴെ ഷെമി ഇപ്പൊ അങ്ങാടി പോകണ്ട. അപ്പൊ ഞങ്ങളും കേറി കൂടി പോന്നതാണ്. അപ്പൊ ഞങ്ങള് വെള്ളം കാണാൻ മാറ്റിയിട്ടൊന്നുമില്ല. വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ പേരന്റെ താഴെ തന്നെ ആയോണ്ട് നമ്മള് മാറ്റിയിട്ടൊന്നുമില്ല. വീട്ടിൽ നിന്ന് ഇട്ട ഡ്രസ്സുമ്പോൾ തന്നെ കേട്ടോ പോണ. ഷെമിയുണ്ട്. ഷെമിക്ക് എന്തൊക്കെ പരിപാടി ഉണ്ട്. ഇപ്പാന്റെ വണ്ടിക്ക് എണ്ണ അടിച്ചു കൊടുക്കാൻ എന്തൊക്കെ പരിപാടി ഉണ്ട്. ഇതൊക്കെ ആണെങ്കിൽ വെള്ളം മൂടി മഴയായി. കറണ്ടും ഇല്ല, കുടിവെള്ളവും ഇല്ല. ഇനിയിപ്പൊ കുടിവെള്ളമൊക്കെ ഇപ്പൊ കിട്ടി. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, കുടിവെള്ളമല്ല. വെള്ളം സർവത്ര അറിയണതില്ലേ. ഒന്നും കുടിക്കില്ല എത്ര അറിയണ മതിരി അതിനിപ്പോ അവസ്ഥ. അപ്പൊ ചുറ്റുഭാഗവും വെള്ളമായി. നമ്മള് മലയില് ഇന്ന ഈ മഴ ചോരാതെ പെയ്യാണെ നമ്മള് കുടുങ്ങൂല ഷെമിയെ. വെള്ളം കേറാൻ മതി. നമ്മളെ കയറ്റും ഇറക്കും. കേറ്റാണ് കേട്ടോ. അപ്പൊ നമ്മള് എങ്ങനെ ഇതിലെ പുഴേന്ന് കേറി വരുന്ന കേട്ടോ. ഇത് ശരിക്കും നമ്മളെ പാടത്തെ വെള്ളം അങ്ങോട്ട് പോവാട്ടതല്ലത്, അങ്ങോട്ട് പോവാൻ. അപ്പൊ നല്ല കയറ്റാട്ടോ. ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ ഇനിയും നമുക്ക് വെള്ളം കൂടാൻ സാധ്യത ഉണ്ട്. പോവാ എങ്ങോട്ട്? അപ്പുറത്തോ? ഓള് വെള്ളം കണ്ട് കുളിച്ചല്ലേന്നൊക്കെ പറയൽ തുടങ്ങി കേട്ടോ. ഇവിടെ ഒക്കെ അതാ വെള്ളം കേറീന്. ഇപ്പൊ ഞങ്ങൾ ഇപ്പാന്റെ അടുത്ത് കേട്ടോ പോണേ. അപ്പൊ ഇതിലെങ്ങനെ പോയാല് നമ്മളെ വീട്ടിക്ക് പോവാ. അതിലെ പോയാല് വയ്യുണ്ട് കേട്ടോ. ബേബിന്റെ അവിടുന്ന് നേരെ താഴേക്ക് കാണുന്ന പാടാണ് ഇപ്പൊ നമ്മള് കാണുന്ന പാട. നമുക്ക് അതിലെ പോരാ. പക്ഷെ അവിടെയൊക്കെ വെള്ളം മൂടിയതിനോട് എന്താണ് നമുക്ക് റോഡ് കാണുന്നില്ല. കണ്ടില്ലേ, ഇതായി അവസ്ഥ. വെള്ളം എല്ലാം കേറി. അപ്പൊ വെള്ളം മൂടിയതിനോട് നമുക്ക് അതിലെ പോരാൻ കഴിയില്ല. അതിലെ റോഡുണ്ട് കേട്ടോ. അതിലങ്ങ റോഡുണ്ട്. നമ്മളിവിടെ എത്തിട്ടോ. ഇതാ ആ കാണുന്ന കുന്നുമ്മലാണ് നമ്മളെ വീട്. അവിടുന്ന് നോക്കി നമ്മൾ ചുറ്റുഭാഗവും പാടട്ടോ. ആ കാണുന്ന റോഡ് അതാട്ടോ നമ്മളോടക്കുള്ള റോഡ്. അതിൽക്കൂടെയാണ് ഇപ്പം നമ്മൾ വന്നത്. ഇതിൽ കൂടി പോവാ. ഇതിൽ കൂടി റോഡുണ്ട്. പക്ഷെ അതിപ്പോൾ എന്തായി, അതിൽക്കൂടെ അതാ നടക്കുന്നത്. അപ്പോൾ ആ വലിയൊരു വീട് കാണുന്നത് അതിൻ്റെ മുകളിലാട്ടോ നമ്മളെ വീട്. ഫോണിൽ കാണൂല, പക്ഷെ നേരിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണും കേട്ടോ. ഫോണിൽ കൂടെ ആകുമ്പോൾ കാണൂല. അപ്പൊ മൊത്തത്തില് വെള്ളമായിട്ടോ. ഇനിയും കയറ്റ് തന്നെയാണ്. ഇനിയും കൂടാ. എല്ലാരും വെള്ളം കാണാനൊക്കെ എത്തൽ തുടങ്ങിയാണ് കേട്ടോ. ഇനി ഇതിലും കേറും വെള്ളം. വെള്ളം കാണാനൊക്കെ എല്ലാരും വല്ല ഐസമോൾക്ക് അതിൽ ഇറങ്ങാഞ്ഞിട്ട് അവ ഇറങ്ങാൻ പറ്റൂല. ഇത് ഇങ്ങനെ ചൊറിയൊക്കെ വരൂല ഷെമിയെ. പിന്നെ അട്ടയൊക്കെ ഉണ്ടാവും. അട്ട അതേപോലെ എന്താ വേറൊരാളുണ്ടല്ലോ. അല്ല, കൽക്കുഞ്ഞ് അന്ന് ഇന്നെ കടിച്ചിനി. അപ്പൊ എല്ലാരും വരലൊക്കെ തുടങ്ങി. ഇതായിട്ട് നമ്മളെ ഈ പാടത്താണ് നമ്മളത് ഉണ്ടായിരുന്നത്. ആമ്പല് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായതിന് ആമ്പല് ഉണ്ടായിരുന്നത് ആ പാടത്തേന് കേട്ടോ. പിന്നെ ഇത് ഗ്രൗണ്ടാട്ടോ. ഈ കാണുന്ന മതില് ഇതിന്റെ ഉള്ളിൽ വലിയ ഗ്രൗണ്ടാ. ചേരാ ഷെമി ഞങ്ങളെ കട്ട പോസ്റ്റ് ആക്കിയില്ല. സിത്തു വണ്ടിന്ന് ഞങ്ങൾ ഇറങ്ങാൻ സമ്മതിച്ചില്ല. ഞങ്ങള് വണ്ടിന്റെ ഉള്ളിൽ തന്നെ കുത്തുന്ന. ഷെമി ഇപ്പാന്റെ അടുത്ത് പോയിട്ടോ. ഇപ്പാന്റെ വണ്ടിക്ക് എണ്ണടിച്ചു കൊടുക്കാനും വേണ്ടി ഇപ്പാന്റെ വണ്ടി എടുത്ത് പോയി. അപ്പൊ ഞങ്ങൾ ഇപ്പാന്റെ കടന്റെ അവിടെ വണ്ടിന്റെ ഉള്ളിൽ കുത്തിറന്നു. ഇപ്പൊ മഴ വീണ്ടും തുടങ്ങിട്ടോ. ചെറിയൊരു ചോർച്ച ഉണ്ടായിനി. നമ്മള് പുഴയെ പോവാ. പുഴയിലൊക്കെ നല്ല വെള്ളമായിരിക്കും. അപ്പൊ ഐസമോക്ക് കുളിക്കണ കുപ്പായി ഊരാണോ പറഞ്ഞേനി. ഇപ്പൊ ചീത്ത അറിയൂലേ. വെള്ളത്തിലിറങ്ങി അപ്പൊ ചീത്ത അറിയും. മെല്ലെ പോയി. ഇത് ഫോണിങ്ങനെ എന്തോ ആടി കളിച്ചിട്ടുണ്ട്. നമ്മള് പുഴയിലെത്തിട്ടുമേ എന്തൊരു വെള്ളം. അപ്പൊ വെള്ളം ഇങ്ങോട്ട് കേറൂലേ.
ആ കാണുന്ന പുഴയാട്ടോ. അന്ന് എന്താ ഉരുള് പൊട്ടി അന്ന് നമ്മള് മൊത്തത്തില് വെള്ളത്തിൽ മുങ്ങിട്ടോ. നമ്മള് തോണിയിലൊക്കെയാണ്, നമ്മളെ റോഡൊക്കെ വെള്ളത്തിൽ മുങ്ങിട്ട് നമ്മള് തോണിയിലൊക്കെയാണ് സാധനം വാങ്ങാൻ പോലില്ലേ ഷെമിയെ. അപ്പൊ ഇപ്രാവശ്യം ഇനി നേരത്തെ മഴയും തുടങ്ങിയിരിക്കണ, നല്ല മഴയും ഉണ്ട്. അപ്പൊ ഇനി എന്താവുന്നൊന്നും അറിയില്ല. പുഴയിലല്ല വെള്ളാട്ടോ. നമുക്ക് എവിടെ മഴയത് പോയ വെള്ളം കൂടിയാലും ഞമ്മക്ക് വെള്ളം കേറും. ഇവിടെ ഇങ്ങനെ കമ്പി കെട്ടിയോടെ നിക്കണ സ്ഥലേനി അവിടെയൊക്കെ മൂടി ഇമ്മയായിട്ട് പോണ്ട കേട്ടോ, ഒലിച്ചു പോകും. അപ്പൊ നമ്മളിവിടെ ഇറങ്ങി ചെറുതായിട്ട് മഴ ചാറുണ്ട് കേട്ടോ. ആ തോണി ഇതാക്കണ ഇവിടെ. ഷെമിയെ ഞാനല്ല, എനിക്ക് പേടിയാ കണ്ടിട്ട്. ഓനെ കൊണ്ടോണ്ട, ഇങ്ങോട്ട് വാ നീല ഇങ്ങോട്ട് കേറ്. ആ പേന്റൊക്കെ നാനീനതാ. അപ്പൊ മഴ പെയ്യൽ തുടങ്ങിട്ടോ. മഴ പെയ്യണ പോരി മഴ പെയ്തിട്ടോ. എന്തായി നമ്മള് പോയി വെള്ളമൊക്കെ കണ്ട് തിരിച്ചു പോന്നു. നല്ല മഴ വീണ്ടും തുടങ്ങി. അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണ്. മിക്കവാറും നമ്മള് ദ്വീപിൽ അകപ്പെട്ട പോലെ വെള്ളം മൂടുന്നാണ് തോന്നണത്. ഈ മഴ ഇതേപോലെ തുടരുകയാണെങ്കിൽ നമ്മള് മൂടൂലേ ഷെമിയെ? നമ്മള് കുടുങ്ങുന്നാണ് തോന്നണത്. എല്ലായിടത്തും റോട്ടുമ്പോ വെള്ളം കേറി. നമ്മളെ റോഡ് മാത്രമേ ഉള്ളൂ കേറാൻ ബാക്കിട്ടോ. നമ്മളെ വീട്ടിക്ക് എങ്ങനെയാലും വെള്ളത്തൂല. അപ്പൊ നമ്മളെ റോഡ് ഇത് ഒരേ ലെവലിലാണ് നിക്കണത്. അപ്പൊ നമ്മളെ റോഡുമ്പോ വെള്ളം കേറിയ ഈ റോഡൊക്കെ മുങ്ങും. നമ്മള് ഇന്നലത്തെ മഴയിൽ ഇവിടെ മൊത്തത്തില് മൂടീനിട്ടോ, പോയെന്ന് വെള്ളം കേറിയിട്ട്. അപ്പൊ ചോരാതെ പെയ്യന്നെ, എപ്പോഴും മഴ പെയ്തോണ്ടിരിക്കാണ്. നമ്മൾ ഒന്നാമത് എന്താ പറയാ, ഈ ചാലിയാർ പുഴയുടെ തീരത്താണ് നമ്മള് അല്ലേ. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെള്ളം അങ്ങോട്ട് കയറും. പുഴയില് വെള്ളം നല്ലോണം നമ്മൾക്ക് കയറും. നമുക്ക് വെള്ളം നല്ല പുഴയിലല്ല വെള്ളം കേട്ടോ. അപ്പൊ മിക്കവാറും നമുക്ക് മൂടും നമ്മള്. അപ്പൊ ഇവിടെയൊക്കെ പാടം നിറഞ്ഞിട്ടോ. ഈ റോഡ് എത്താനായിട്ടോ വെള്ളം ഏകദേശം മൂടി. ഇപ്പോഴും ഇതാ നല്ല മഴ പെയ്തോണ്ടിരിക്കാണ്. കണ്ടില്ല, എല്ലാം മഴ പെയ്യുന്നുണ്ട്. ഇതിൽ കൂടെ കേട്ടോ വെള്ളം നമുക്ക് കേരളം ഇങ്ങോട്ട് അവിടെ നല്ല ഒഴിക്ക. അത് കാണുന്നില്ല, അതിനെ നല്ല മഴ പെയ്തോണ്ടിരിക്ക. എല്ലാം പോവും. അപ്പൊ ഞങ്ങള് വീട്ടിലെത്തിട്ടോ. ഞങ്ങള് മഴ നല്ല കൂടി. അപ്പൊ ഞങ്ങള് വേഗം ഇവിടെ ഇറങ്ങാനൊന്നും കഴിയൂലല്ലോ, നല്ല മഴയും വെള്ളവും ആയതുകൊണ്ട് ഞങ്ങള് തിരിച്ച് വീട്ടിൽ തന്നെ പോകുന്നു. ഇനി നമുക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം, തിന്നണം. നമ്മള് ചായ കുടിച്ചിറങ്ങിയതാട്ടോ. ഇന്ന് കറണ്ടും ഇല്ല. നമുക്ക് ഇന്നലെ പോയതാട്ടോ, കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അതല്ല വെള്ളവും ഇല്ല. അപ്പൊ ഇന്ന് രാവിലെ ചായക്കടിയൊക്കെ അളിയന് പുറത്തുനിന്ന് കൊണ്ടുവന്നേനിട്ടോ. അപ്പൊ ഇനി നമുക്ക് ചോറും കൂട്ടാനൊക്കെ. അപ്പൊ നമ്മള് വീട്ടിലെത്തിട്ടോ.